ഇന്ന് ഞാൻ പെർമ്യൂട്ടേഷൻസ് ആൻഡ് കോമ്പിനേഷൻസ് മുഴുവനും സെൽഫ് സ്റ്റഡി ചെയ്ത് തീർത്തു. അപ്പോൾ നാളെയാണെങ്കിൽ നാളെ ഫ്രൈഡേ 5 മിനിറ്റ് കൊണ്ട് ലഞ്ച് കഴിച്ച് തീർത്താലും ലോങ് ബ്രേക്ക് ആയതുകൊണ്ട് ഒരു 45 മിനിറ്റ്സ് കൂടെ എക്സ്ട്രാ കിട്ടും. പിന്നെ അത് കഴിഞ്ഞ് PT അവർ ആയതുകൊണ്ട് 1 അവറും കൂടി കിട്ടും. അപ്പോൾ 1 അവർ 45 മിനിറ്റ്സ്. വാവ്. ഞാനാണെങ്കിൽ 2010 മുതലുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എടുത്ത് വെച്ചിട്ടുണ്ട്. അത് മുഴുവൻ ഞാൻ വർക്കൗട്ട് ചെയ്യും. ഞാനിനി പെർമ്യൂട്ടേഷൻസ് കോമ്പിനേഷൻ എനിക്കൊരു 1 വേർഡ് പോലും ഒരു അര മാർക്ക് പോലും പോകാത്ത രീതിയിൽ ഞാൻ ഫുൾ കംപ്ലീറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ആ ചാപ്റ്റർ സെറ്റാവും. ഏറ്റവും വലിയ കോമഡി, ഇനിയൊരു 2 ചാപ്റ്റർ കൂടെ പഠിപ്പിച്ച് തീർത്താലേ മിസ്സിന് ഈ ചാപ്റ്റർ പഠിപ്പിക്കാൻ പറ്റും. ഏറ്റവും വലിയ ഡിസ്റ്റർബൻസ് ആ രോഹിത്തും അഞ്ജലിയാണ്. ഈ PT അവർ എല്ലാവരും ക്ലാസ്സിന് വെളിയിൽ കളിക്കാൻ പോയാലും അവർ രണ്ടുപേരും മാത്രം ആ മൂലയ്ക്കുള്ള ബെഞ്ചിൽ വന്നിരുന്നിട്ട് പോടാ അവിടുന്ന് എന്തൊക്കെ അവൾ കാണിക്കുന്ന അവളുടെ ഒരു ജാടയും. അവനാണെങ്കിൽ പിന്നെ അവളുടെ കൈക്ക് പിടിച്ചാലേ ക്ലാസ്സിനകത്ത് ഇരിക്കാൻ പറ്റും. പിന്നെ ഞാൻ കാണുന്നതും കൂടെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര ജാടയാണ്. ഈ എഡ്യൂക്കേഷൻ ഇമ്പോർട്ടൻസ് കൊടുക്കാതെ ഈ ഏജിലൊക്കെ കുട്ടികളിങ്ങനെ ലൈനടിക്കുക, പ്രേമിക്കുക. ആ ജ്യോതി മിസ് ഒന്ന് വന്നോട്ടെ, ഞാൻ 2 പേരുടെയും കാര്യം പോയി സ്റ്റാഫ് റൂമിലങ്ങ് പറയും. അവളുടെ അച്ഛനാണെങ്കിൽ ഭയങ്കര സ്ട്രിക്റ്റാണ്, പിന്നെ സ്കൂളിൽ പോലും വിടൂല. അതിൻ്റെ നെക്സ്റ്റ് വീക്ക് മിക്കവാറും അവളുടെ വെഡ്ഡിങ് തന്നെ അവർ നടത്തും. അവരിങ്ങനെ വന്നോട്ടെ, ഞാൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട് അവളുടെ പ്രേമം. യെസ്, നാളെയാണ് ഈ പ്രോജക്റ്റ് സബ്മിറ്റ് ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ്. കൃത്യം 2 ആഴ്ച മുമ്പാണ് മിസ്സ് പറഞ്ഞത് 2 വീക്സിനുള്ളിൽ നിങ്ങളെല്ലാവരും ആ അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്തിരിക്കണം. തൊട്ടാ പോലീസും കളിച്ച് ലൈനടിച്ച് നടക്കുന്ന ഒരൊറ്റ എണ്ണം പോലും അസൈൻമെൻറ്റ് ഇതുവരെ എഴുതിയിട്ടില്ല. ഞാൻ മാത്രമാണിത് കൃത്യമായിട്ട് അന്നേ ദിവസം തന്നെ വൈകുന്നേരം ചെയ്ത് തീർത്ത് സ്റ്റാഫ് റൂമിൽ കൊണ്ടുവച്ചത്. അപ്പോൾ മിസ്സ് പറഞ്ഞു കറക്റ്റ് 2 വീക്സ് കഴിഞ്ഞിട്ട് നീ ഇത് സബ്മിറ്റ് ചെയ്താൽ മതിയെന്ന്. ഓക്കെ, എനിക്കറിയാം ഒരൊറ്റ എണ്ണത്തിന് ഇതിപ്പോൾ ഓർമ്മ പോലും കാണൂല. നാളെ ഞാനിതുകൊണ്ട് സബ്മിറ്റ് ചെയ്ത് മിസ്സിൻ്റെ അടുത്ത് പറയുമ്പോഴായിരിക്കും മിസ്സ് പോലും ഇതിനെപ്പറ്റി ഓർക്കുന്നത്. അങ്ങനെ തന്നെ വേണം. കാണിച്ചു തരുന്നുണ്ട് എല്ലാത്തിൻ്റെയും കയ്യിലിങ്ങനെ പടപടാന്ന് അടി വീഴുമ്പോൾ കിട്ടുന്നൊരു സുഖം. അതിനു വേണ്ടിയല്ലേ ഞാൻ പഠിക്കുന്നത്. ഓർക്കാൻ തന്നെ വയ്യ. ഇന്നെന്നാലും ആ മലയാളം മിസ് വന്നിട്ടുള്ള ആ സംഭവം എനിക്ക് വല്ലാത്തൊരു ട്രോമറ്റൈസ്ഡ് ആയിപ്പോയി ഞാൻ. അല്ലെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്ക്, ഞാനാണ് 8-9 വർഷമായിട്ട് ആ സ്കൂൾ ടോപ്പ്. എന്നിട്ട് ഞാൻ അവിടെ ഫ്രണ്ട് ബെഞ്ചിലിരിക്കുമ്പോൾ ഒരക്ഷരം പോലും പഠിക്കാത്ത അഭിരാമി SS എഴുതുന്ന മലയാളം കോപ്പിയാണ് നല്ലതെന്ന് ആ മിസ്സ് പറഞ്ഞു. അതും എല്ലാവരും ഒന്ന് കൈയടിച്ചേ, നെക്സ്റ്റ് കാലിഗ്രഫി കോമ്പറ്റീഷൻ ഇവിടുന്ന് നമുക്ക് അഭിരാമി SS വിടാം, അതാകുമ്പോൾ നമുക്ക് സബ് ജില്ലാ കലോത്സവത്തിനൊക്കെ പോവാമല്ലോ എന്നൊക്കെ. അപ്പം ഞാൻ വാട്ട്, ഈ ടീച്ചർ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? എനിക്കത് ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അല്ലെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്ക്, ഞാനാണ് സ്കൂൾ ടോപ്പ്, എല്ലാ വിഷയങ്ങൾക്ക് ഫുൾ മാർക്കാണ് എനിക്ക്, എന്നിട്ട് അവളുടെ ഹാൻഡ് റൈറ്റിംഗ് ആണ് നല്ലതെന്ന് പോലും. എന്തായാലും ഒരു കാര്യം ഞാൻ തീരുമാനിച്ചുറപ്പിച്ച്, ആകെ ഞാൻ 3 hours ഉറങ്ങുന്നത്. കാരണം എനിക്ക് എല്ലാ പോർഷൻസും കവർ ചെയ്ത് റിവൈസ് ചെയ്തൊക്കെ വരുമ്പോൾ ഞാൻ 3 hours ഉറങ്ങുന്നത്. ഞാൻ ആ 3 hours കൂടി ഉറങ്ങുന്നില്ല. ഞാൻ 2 ലൈൻ ബുക്സ് ഒരു 4 എണ്ണം വാങ്ങാൻ തീരുമാനിച്ചു. കുറച്ച് നല്ല അപ്സര പെൻസിൽസോ എന്താണ് അഭിരാമി SS ഉപയോഗിക്കുന്ന പെൻസിലെന്ന് എനിക്ക് നാളെ അറിയണം. ഇൻ്റർവെല്ലിന് എല്ലാവരും വെളിയിൽ പോകുമ്പോൾ ഞാൻ എന്തായാലും ഇത് നോക്കുകയും ചെയ്യും. അത് ഞാൻ കുത്തിപ്പൊട്ടിച്ച് ആ കഞ്ഞിപ്പരയുടെ ബാക്കിലുള്ള കുഴി കൊണ്ടിടും. അങ്ങനെ ഇപ്പം ഞാൻ അവിടെ ഇരിക്കുമ്പോൾ വേറെ ആരും കയ്യടി വാങ്ങണ്ട. മിസ്സിനെ കൊണ്ട് ഞാൻ തന്നെ പറയിക്കും എനിക്കാണ് ഏറ്റവും നല്ല ഹാൻഡ് റൈറ്റിംഗ് ഉള്ളതെന്ന്. മിസ്സിനെ കൊണ്ട് ഞാൻ അത് തിരുത്തി പറയിക്കും. ഞാൻ ഇനി തൊട്ട് ആ 3 hours കൂടി ഇരുന്ന് ഉരുട്ടി എൻ്റെ മലയാളം ശരിയാക്കാൻ പോവുകയാണ്. ഒരുപാട് നാളായിട്ട് ഇംഗ്ലീഷ് ഷീജാമസ് ടെസ്റ്റ് പേപ്പർ ഇടാന്ന് പറഞ്ഞ് നീട്ടി കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. എനിക്കറിഞ്ഞൂടെ, ഇവർക്കൊന്നും ഒരു റെസ്പോൺസിബിലിറ്റി ഇല്ല. PTA വരുമ്പോൾ ഞാൻ പാരൻസിനെ കൊണ്ട് എന്തായാലും പറയിക്കും. നാളെ തന്നെ എന്തായാലും മിസ്സിനെ കൊണ്ട് നിർബന്ധിച്ച് ആ ടെസ്റ്റ് പേപ്പർ ഇടിയിപ്പിക്കണം. എന്നാൽ മാത്രമേ ശരിയാവൂ. കാരണം എൻ്റെ ടൈമാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഈവൻ തോ ഞാൻ പഠിച്ചിട്ടുണ്ടെങ്കിലും നാളെ ടെസ്റ്റ് പേപ്പർ ഇടാണെങ്കിൽ ദാറ്റ് വിൽ ബി ദ ബെസ്റ്റ് ഡേ ഇൻ മൈ ഹോൾ ലൈഫ്. ഈ അക്കാഡമിക് ഇയറിലെ ഏറ്റവും ബെസ്റ്റ് ദിവസമായിരിക്കും. കാരണം എബോ ആവറേജ് പഠിക്കുന്ന എല്ലാ കുട്ടികളും പഠിച്ചിട്ടുണ്ടായിരിക്കും നേരത്തെ, പക്ഷേ ഇപ്പോൾ എന്തായാലും മറന്നുപോയിട്ടുണ്ടായിരിക്കും. അപ്പോൾ നാളെ ടെസ്റ്റ് പേപ്പർ ഇടുകയാണെങ്കിൽ എന്തായാലും എനിക്ക് തന്നെ ആയിരിക്കും ഫുൾ മാർക്ക്. അതിനോട് അടുത്ത് പോലും ആര് മാർക്ക് വാങ്ങുന്നത് എനിക്ക് സങ്കല്പിക്കാൻ പോലും പറ്റൂല. കാരണം ഒരു 5 പേരെ എണീപ്പിച്ച് നിർത്തി കയ്യടിക്കുക എന്നൊക്കെ പറയുന്നത് എനിക്ക് മാത്രമേ കിട്ടാവൂ കയ്യടി. എന്തെങ്കിലും ഒരു പാർക്കർ പേനയോ എന്തെങ്കിലും ഒന്ന് കൊടുക്കുന്നുണ്ടെങ്കിൽ അത് എനിക്ക് മാത്രമേ കിട്ടാവൂ. മറ്റു കുട്ടികൾ എന്തിനത് വാങ്ങണം? ഞാനല്ലേ സ്കൂൾ ടോപ്പ് ഒന്നുമില്ലെങ്കിലും. ഇൻ്റർവെല്ലിനും ലോങ് ബ്രേക്കിനും പിന്നെ PT അവേഴ്സും എല്ലാവരും കലോത്സവത്തിന് പോകുന്ന എക്സ്ട്രാ പീരീഡും എല്ലാം ഞാനിരുന്ന് കുത്തിയിരുന്ന് പഠിക്കുകയാണ്. എന്നിട്ട് ഞാനൊരു പഠിപ്പിയാണെന്ന് പറഞ്ഞ് എല്ലാവരും വന്ന് എന്നെ കളിയാക്കുന്നു. പക്ഷേ എനിക്കറിയാം ഒരു ടെസ്റ്റ് പേപ്പർ ഇടുമ്പം എല്ലാവരും ഹോൾ ക്ലാസ് എന്നെ ഹലോ
ഇങ്ങോട്ടൊന്ന് നോക്കോ, 2 അറിയോ, 3 അറിയോ? അവറ്റകളുടെ അന്നേരത്തെ ആ കരച്ചിലേക്കാൻ എന്താ ഒരു സുഖം. ഒരൊറ്റ എണ്ണത്തിന് ഞാൻ തിരിഞ്ഞു നോക്കൂല. ആ ത്രില്ലിൽ ഞാനൊരു 2 അഡീഷണൽ ഷീറ്റ്സ് എക്സ്ട്രാ വാങ്ങി എഴുതും. ഒരു കാര്യം ഞാൻ നാളെ പ്രത്യേകം ശ്രദ്ധിക്കും. കാരണം എബോ ആവറേജ് പഠിക്കുന്ന ആരെങ്കിലും എന്നോട് ഡൗട്ട് ചോദിച്ചാൽ ഉറപ്പായിട്ട് ഞാൻ അവർക്ക് ആൻസർ പറഞ്ഞു കൊടുക്കും. പക്ഷേ ആൻസർ തെറ്റായിരിക്കും. എന്തായാലും ഞാൻ തെറ്റിച്ചേ പറഞ്ഞു കൊടുക്കും. കാരണം അതുവഴി അവരുടെ മാർക്ക് ലോവർ ആവാനുള്ള ചാൻസസ് കൂടുതലാണ്. അങ്ങനെയാണെങ്കിൽ എനിക്കത് ബെനിഫിഷ്യലാണ്. പക്ഷേ കഴിഞ്ഞ പ്രാവശ്യം നടന്ന ഹിന്ദി ടെസ്റ്റ് പേപ്പറിന് എൻ്റെ ഭാഗത്തുനിന്നൊരു വലിയ മിസ്റ്റേക്ക് പറ്റി. ബിക്കോസ് അപർണയാണെങ്കിൽ എന്നോട് സെക്കൻഡ് ക്വസ്റ്റ്യനിൽ സബ് ക്വസ്റ്റ്യൻ ബി ചോദിച്ചു. പക്ഷേ എനിക്ക് ആൻസർ അറിയാം, അവൾ കുറച്ച് പഠിക്കുന്നതായതുകൊണ്ട് ഞാൻ തെറ്റിച്ച് പറഞ്ഞു കൊടുത്തു. പക്ഷേ സ്പോട്ടിൽ തന്നെ അവൾക്ക് മനസ്സിലായി. എനിക്ക് തോന്നുന്നു അവൾ മറന്നു പോയത് കൊണ്ടാണ് എന്നോടത് ചോദിച്ചത്. അപ്പം ഞാൻ ആൻസറുമായിട്ട് സിമിലാരിറ്റി വരുന്ന ഒരു കുറച്ചും കൂടെ കണക്ഷനുള്ള ഒരു തെറ്റുത്തരായിരുന്നു പറഞ്ഞു കൊടുക്കേണ്ടത്. ഞാനന്ന് തെറ്റാണ് പറഞ്ഞു കൊടുത്തതെന്ന് അവൾ ക്ലാസ് മുഴുവൻ പറഞ്ഞു നടന്നു. പക്ഷേ എനിക്കതൊരു വിഷയമല്ല. അവൾക്ക് എന്തായാലും ശരിയുത്തരം മെമ്മറിയിൽ വന്നില്ലല്ലോ. ഇപ്പോൾ കഴിഞ്ഞ ബയോളജി മിഡ് ടേം ഇവാലുവേഷൻ നല്ല ടഫായിരുന്നു. പക്ഷേ എന്നെക്കാളും ഹാഫ് മാർക്സ് കൂടുതലാണ് ആകാശിന്. ഞാനത് കേട്ടപ്പോൾ തന്നെ സ്പോട്ടിൽ അവൻ്റെ പേപ്പർ അപ്പോഴേ വാങ്ങി ചെക്ക് ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായി അവൻ അനിമൽ സെൽ വരച്ചിരിക്കുന്ന ഡയഗ്രത്തിൽ മൈറ്റോകോൺട്രിയ അടയാളപ്പെടുത്തിയിരിക്കുന്നത് തെറ്റായിട്ടാണ്. അത് മാർക്ക് ചെയ്തിരിക്കുന്നത് ഫുൾ ഫോൾട്ടാണ്. അപ്പോൾ തന്നെ എനിക്കത് വാങ്ങിച്ച് മിസ്സിൻ്റെ അടുത്ത് കാണിക്കാനുള്ളൊരു ടൈം കിട്ടിയില്ല. എല്ലാവരും ഇങ്ങനെ മാർക്ക് കറക്ഷനായിട്ട് നിൽക്കുന്നുണ്ട്. നാളെ എന്തായാലും അവനത് സൈൻ ചെയ്ത് കൊണ്ടുവരുമ്പോൾ ഉടനെ തന്നെ അത് വാങ്ങിച്ച് മിസ്സ് ക്ലാസ്സിലില്ലെങ്കിൽ സ്റ്റാഫ് റൂമിലെങ്കിലും കൊണ്ടുപോയതിന് മാർക്ക് കുറപ്പിക്കണം. When a body is partially or completely immersed in a fluid, it exerts an upward pressure equal to the weight of the fluid. ഇതേത് ബുക്ക്? ലളിതാംബിക അന്തർജനം അഗ്നിസാക്ഷികൾ, അമ്മയുടെ ആണെന്ന് തോന്നുന്നു. നോവലാണല്ലോ. ഒരു നോവലൊക്കെ വായിച്ചെടുക്കണ ടൈം ഉണ്ടെങ്കിൽ എനിക്ക് ആ ഓർഗാനിക് കെമിസ്ട്രി ഫുള്ള് റിവൈസ് ചെയ്യാം.